ഹായ് ഡിയേഴ്സ്, നമ്മളൊരു കുഞ്ഞ് യാത്ര പോകുവാണ് കേട്ടോ. ഒരുപാട് ദൂരേക്കൊന്നുമല്ല, നമ്മളുടെ കൊച്ചിയിൽ തന്നെ നമുക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് പോയി വരാൻ പറ്റുന്ന കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് ഒറ്റ ദിവസം കൊണ്ടൊന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളുടെ എന്താ പറയുക, രാവിലെ നമ്മളങ്ങോട്ട് ഇറങ്ങി. അത് നമ്മുടെ കൂട്ടുപട്ടാളങ്ങളും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ 30K ഫാമിലി ആയി. അപ്പോൾ അതിൻ്റെ ചിലവൊക്കെ വേണമെന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞപ്പോഴേക്കും എല്ലാത്തിനെയും കൂട്ടിയിട്ട് നമ്മൾ ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് ദൂരെയല്ലാതെ നമ്മളുടെ കൊച്ചിയിൽ തന്നെ എന്താ പറയുക, പെട്ടെന്ന് പോയി വരാവുന്ന കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് അങ്ങനെ ഒരു കുഞ്ഞു ട്രിപ്പ്, 8 ദിവസത്തെ ഒരു കുഞ്ഞു ട്രിപ്പ് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ അധികം രാവിലെയൊന്നും അല്ല കേട്ടോ, ഒരു സമയമായപ്പോൾ ഞങ്ങൾ ഇറങ്ങി, ഒരു 9 മണി 10 മണിയായപ്പോഴാണ് ഇറങ്ങുന്നത്. ആദ്യം നമ്മൾ പോകുന്നത് ഹിൽ പാലസിലേക്കാണ്. ഈ പുറകിൽ ഇരുന്ന് വെച്ചാൽ 4 എണ്ണവും ആദ്യമായിട്ടാണ് ഹിൽ പാലസ് കാണുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ അതുങ്ങളുമായിട്ട് അങ്ങോട്ടേക്ക് ആദ്യം പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ചെല്ലുമ്പോഴേക്കും നല്ല തിരക്കുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എന്താ പറയുക, അവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തേക്കുന്ന കാണുമ്പോൾ തന്നെ അറിയാം നല്ല തിരക്കുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ടിക്കറ്റൊക്കെ എടുത്തു, എന്നിട്ട് നടന്നങ്ങോട്ട് കയറാമെന്ന് വിചാരിച്ചു, പടി കയറാമെന്ന് വിചാരിച്ചു. നമ്മുടെ ഈ അപ്പം സമ്മതിക്കുന്നില്ല കേട്ടോ. അവൻ എങ്ങനെയെങ്കിലും ഒന്ന് ഓടി കയറിയാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് അവൻ നിൽക്കുന്നത്. അവനൊന്ന് പിടിച്ച് നിർത്തിയതാണ് കണ്ടത്. അപ്പോൾ നമ്മൾ പടി കയറിയാണ് പോകുന്നത്. കാറ് മേളിൽ വരെ ചെല്ലും, പക്ഷേ ആ പടി കയറി എങ്ങനെ പോകുന്നതിലാണ്ടോ ഒരു കുഞ്ഞ് ത്രില്ലുള്ളത്. അപ്പോൾ നമ്മളങ്ങനെ കയറുവാണ്. അപ്പോൾ ആളിതാ ഫ്രണ്ടിന് മുന്നേ പോകുന്നുണ്ട്. ആദ്യമേ പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ പോകുന്നുണ്ട്. നമ്മൾ പുറകെ കയറി ചെല്ലുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ അകത്ത് കാഴ്ചകളൊന്നും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല, കാരണം ഫോട്ടോഗ്രാഫി മാത്രമേ ഉള്ളൂ, ഫോട്ടോസ് മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. വീഡിയോഗ്രാഫി അലൗഡ് അല്ല അകത്ത്. അപ്പോൾ അകത്തെ കാഴ്ചകളൊന്നും ഇല്ല കേട്ടോ. പിന്നെ നമ്മൾ പുറത്തിറങ്ങി അകത്ത് തന്നെ കാണാൻ നമുക്ക് ഒരുപാട് കാഴ്ചകളുണ്ട് കേട്ടോ. കാരണം നമ്മളുടെ ആ ഒരു പഴയ ചരിത്രം, എല്ലാ കാര്യങ്ങളും, പിന്നെ അന്നത്തെ സംഭവങ്ങൾ, കാര്യങ്ങൾ എന്താ പറയുക, നമ്മളിങ്ങനെ നിൽക്കും, നമ്മൾ നോക്കി ഇങ്ങനെ വായിച്ചു നോക്കിയും കണ്ടൊക്കെ നിൽക്കുക. അത്രയും കാര്യങ്ങൾ അതിൻ്റെ ഉള്ളിലുണ്ട്. പിന്നെ നമ്മൾ പുറത്ത് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളുടെ മണിച്ചിത്രത്താഴ് സിനിമയുടെ കുറേ ഭാഗങ്ങൾക്ക് ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ സ്ഥലത്തൊക്കെ ചെല്ലുമ്പോഴേക്കും നമുക്ക് ആ ഒരു മൂവിയിൽ കണ്ട കാര്യങ്ങളൊക്കെ എല്ലാം ഓർമ്മ വരും കേട്ടോ. അകത്തൊക്കെ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമുക്കിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഫോട്ടോസൊക്കെ മാത്രമേ എടുക്കാൻ പറ്റുകയുള്ളൂ. പിന്നെ ഇതിന് പുറത്തെന്ന് വെച്ചാൽ എന്താ പറയുക, കുളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ശരിക്കും അവിടെ ചുറ്റും നടന്ന് കാണാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. നമുക്ക് കുറേ സിനിമകളൊക്കെ ഓർമ്മ വരും. മണിച്ചിത്രത്താഴ് ഓർമ്മ വരും, പിന്നെ നമ്മളുടെ കുമ്പളങ്ങി നൈറ്റ്സ് മൂവി ഓർമ്മ വരും. അങ്ങനെ കുറച്ച് നമുക്ക് സിനിമയിൽ കണ്ടിട്ടുള്ള കുറേ സംഭവങ്ങളൊക്കെ നമുക്ക് ഓർമ്മ വരും കേട്ടോ. പിന്നെ അതിനടുത്തൊരു മാൻ പാർക്കുണ്ട്. അവിടെ മാനും മ്ലാവും ഒക്കെ ഉണ്ട് കേട്ടോ. ചുറ്റും നടന്ന് കാണാൻ ഒരുപാട് കാഴ്ചകളുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മളിങ്ങനെ ഇലയൊക്കെ പറിച്ച് കൊടുത്തിട്ട് ഈ മാൻ ഇങ്ങനെ വന്ന് കഴിക്കുന്നുണ്ടായിരുന്നു. പ്ലാവിൽ തപ്പി എല്ലാവരും നടക്കുമ്പോഴേക്കും ഞാൻ പോയിട്ട് ഏതോ ഒരു പച്ചില പറിച്ചുകൊണ്ടൊന്ന് കൊടുത്തു കേട്ടോ. അപ്പോൾ അത് കഴിക്കുന്നുണ്ടായിരുന്നു. ചില ഇലകളൊന്നും ഇത് കഴിക്കുന്നുണ്ടായിരുന്നില്ല, ചിലതൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും കുറേ സമയം അങ്ങനെ പാർക്കിൽ ഇങ്ങനെ സ്പെൻഡ് ചെയ്തു. ഇങ്ങനെ അതിൻ്റെ ചുറ്റും നടന്നിങ്ങനെ നമ്മളിങ്ങനെ ഇല നീട്ടുമ്പോഴേക്കും ഈ മാൻ ഇങ്ങനെ വന്ന് കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര സന്തോഷമായിരുന്നു അന്ന്. എന്താ പറയുക, കുറേ നാളായിട്ട് ഇങ്ങനെ ബാക്കി എല്ലാ കാര്യത്തിൽ നിന്നും മാറിയിട്ട് ഇങ്ങനെ ഫാമിലി ആയിട്ട് ഇങ്ങനെ സന്തോഷമായിട്ട് അങ്ങനെ കുറേ സമയം ഇങ്ങനെ നിന്നു കേട്ടോ. പിന്നെ അടുത്ത് ഇങ്ങനെ ഊഞ്ഞാലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ ഊഞ്ഞാലൊക്കെ ആടി, എല്ലാവരും മാറി മാറി ആടി കേട്ടോ. എന്താ പറയുക, നമ്മളുടെ ആ ഒരു കുട്ടിക്കാലത്തേക്ക് പോയ ഒരു ഫീലായിരുന്നു. കാരണം അപ്പൂപ്പൻ്റെ അടിയും ഈ ഊഞ്ഞാലും അങ്ങനെ എന്താ പറയുക, ഒരു സന്തോഷമായിരുന്നു കേട്ടോ. ഞാൻ പിന്നെ പതുക്കെയാണ് ആടിയത്, കാരണം എനിക്ക് സ്പീഡിൽ ആടിയാൽ പെട്ടെന്ന് തലവേദന എടുക്കും. ഞാൻ അങ്ങനത്തെ ഒരു ടൈപ്പ് ആളാണ്. അങ്ങനെ ഊഞ്ഞാലൊക്കെ ആടി. പിന്നെ അവിടെ നമ്മൾ ചെറിയൊരു ടീ ഷോപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ സമയമായതുകൊണ്ട് ഫുഡ് ഐസ്ക്രീം കാര്യങ്ങളൊന്നും കഴിച്ചില്ല. പിന്നെ നമ്മൾ ഉച്ചയായപ്പോഴേക്കും അവിടെ നിന്ന് നേരെ വന്നത് ഫോറം മാളിലേക്കാണ്. അപ്പോൾ എന്താ പറയുക, ലഞ്ചൊക്കെ അവിടെ നിന്നാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അങ്ങോട്ടാണ് നമ്മൾ നേരെ കയറുന്നത്. വണ്ടി നേരെ പോയി പാർക്കിങ്ങിൽ ഇട്ടു. അപ്പോൾ ഈ ഫോറം മാളിൽ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. ഞാനല്ല, ഞങ്ങളുടെ ടീമിലുള്ള എല്ലാവരും ഫോറം മാളിൽ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. ഫോറം മാൾ തുടങ്ങിയിട്ട് കുറേ ആയെങ്കിലും ഞങ്ങൾ ഇപ്പോഴാണ് അങ്ങോട്ടേക്ക് പോകുന്നത്. അപ്പോൾ എല്ലാവരും നല്ല വിശന്ന് പൊരിഞ്ഞ് നിന്നേച്ചത് കൊണ്ട് നമ്മൾ നേരെ പോയത് ലുലു ഡെയിലിയിലേക്കാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഫുഡൊക്കെ എല്ലാം എടുത്തിട്ട് മേളിൽ പോയെന്ന് കഴിക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ നേരെ വേറെ ഒന്നും നോക്കിയില്ല, നേരെ നമ്മൾ ഫുഡിൻ്റെ സെക്ഷനിലേക്കാണ് പോയത്. ചെന്ന് കഴിഞ്ഞപ്പോഴാണെങ്കിലോ ലോകത്തുള്ള എല്ലാ സാധനങ്ങളും ഉപ്പിലിട്ട് വെച്ചേക്കുന്നു കേട്ടോ. എന്താ പറയുക, കുറേ നാളായി ഉപ്പിലിട്ടതൊക്കെ എല്ലാം കഴിച്ചിട്ട്. ഞാനാണെങ്കിൽ ആകെ മാങ്ങ മാത്രമാണ് ഈ സാധനം
വായിൽ വയ്ക്കുന്നത് കേട്ടോ. ബാക്കിയുള്ളവരൊക്കെ എന്തൊക്കെയോ ഇങ്ങനെ വാങ്ങിക്കുന്നുണ്ടായിരുന്നു. ഒരുപാട് റേറ്റൊന്നും ഉണ്ടായിരുന്നില്ല, ചെറിയ ചെറിയ റേറ്റൊക്കെ. ഒലിവ്സൊക്കെ ഉണ്ടായിരുന്നു, നമ്മളതൊന്നും കഴിക്കത്തില്ലല്ലോ. പിന്നെന്താ അച്ചാറുകൾ, നമ്മളിങ്ങനെ ഓർക്കുമ്പോൾ തന്നെ നാവിലെ വെള്ളം വരുന്ന ഐറ്റംസ് ആയിരുന്നു ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അച്ഛനൊക്കെ പിക്കിൾസ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പുള്ളി ഇങ്ങനെ കുറേ ഇത്തിരി വാങ്ങിച്ച് വയ്ക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരിങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ എടുത്ത് കറങ്ങി നടക്കുന്ന സമയത്ത് ഞാൻ ഉച്ചക്കത്തേക്ക് ലഞ്ചിന് വേണ്ട സാധനങ്ങളൊക്കെ എല്ലാം വാങ്ങിക്കുന്ന തിരക്കിലായിരുന്നു. അപ്പോൾ ഞാനവിടെ കുറച്ച് സമയം വെയിറ്റ് ചെയ്തു, കാരണം പറാത്തയൊക്കെ അവർ ഫ്രഷ് ആയിട്ട് പറയുമ്പോൾ ഉണ്ടാക്കി തരുമായിരുന്നു. അപ്പോൾ ഞാൻ അവിടേക്ക് വെയിറ്റിങ്ങിലായിരുന്നു. അപ്പോൾ ആ ടൈമിൽ ഇവരിങ്ങനെ നടന്ന് ഓരോരോ കുഞ്ഞു സാധനങ്ങളൊക്കെ പെറുക്കി അങ്ങനെയൊക്കെ നടക്കുമായിരുന്നു കേട്ടോ. ഈ ഒരു കൗണ്ടറാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കേട്ടോ. കാരണം എന്താ പറയുക, എല്ലാം ഇങ്ങനെ ഉപ്പിലിട്ടത്, പിന്നെ എന്താ പറയുക മുളകിട്ടത്, അങ്ങനെ നമ്മുടെ നാവിലേക്ക് ഇങ്ങനെ വെള്ളം വരുന്ന രീതിയിലുള്ള ഐറ്റംസ് ആയിരുന്നു ഈ ഒരു സെക്ഷനിൽ കൂടുതലുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മളിങ്ങനെ എന്താ പറയുക അത്യാവശ്യം സാധനങ്ങളൊക്കെ എല്ലാം എടുത്തു. ഇയാൻ വാവ നേരെ ട്രോളിക്കകത്ത് കയറി വന്നപ്പോൾ തന്നെ പുള്ളിക്കതാണ് ഇഷ്ടം. അങ്ങനെ നടന്നു. അത്യാവശ്യം വേണ്ട ഫുഡ് ഐറ്റംസൊക്കെ എല്ലാം വാങ്ങിച്ചു കേട്ടോ. പിന്നെ നമ്മൾ നേരെ മേളിൽ ഫുഡ് കോർട്ടിലേക്ക് പോയി. ഫുഡൊക്കെ എല്ലാവരും ഇങ്ങനെ കുറച്ചധികം തരം ഫുഡ് അത്യാവശ്യം മാത്രം രീതിക്ക് നമ്മൾ ചെറിയൊരു എമൗണ്ടിലെടുത്തു. അങ്ങനെയാണ് എല്ലാവരും ഷെയർ ചെയ്ത് കഴിച്ചു. അങ്ങനെ പിന്നെ എന്താ പറയുക, അവിടെയൊക്കെ കുറേ സമയം ഇങ്ങനെ തിരിഞ്ഞ് നടന്നു. പിന്നെ കുഞ്ഞുവിനൊരാഗ്രഹം സ്റ്റാർബക്സിൽ കോഫി കുടിക്കണമെന്ന്. അങ്ങനെ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് സ്റ്റാർബക്സിൽ കാലുകുത്തി. ഞാൻ മാത്രമല്ല, ഞങ്ങളുടെ കൂടെയുള്ള എല്ലാവരും ആദ്യമായിട്ടാണ് സ്റ്റാർബക്സിലേക്ക് പോകുന്നതും ടേസ്റ്റ് ചെയ്യുന്നതും. അപ്പോൾ നേരെ ചെന്നു. എനിക്ക് ഇവിടുത്തെ വിലയും കാര്യങ്ങളൊക്കെ എല്ലാം ഇതുപോലെ റീൽസിലൊക്കെ കേട്ട് പരിചയമുള്ളത് കൊണ്ട് തന്നെ ഞാൻ അവിടെ ടോട്ടലായിട്ടൊന്ന് നോക്കി, റേറ്റൊക്കെ നോക്കിയിട്ട് എൻ്റെ കൊക്കിലൊതുങ്ങുന്നൊരു സാധനം ഞാൻ വാങ്ങിച്ചു. ഒരു ക്യാപ്പുച്ചീനോ വാങ്ങിച്ചു, ടോള് വാങ്ങിച്ചു, വാനില ഫ്ലേവർ ആഡ് ചെയ്തിട്ട്. എന്താ പറയുക, അപ്പോൾ ഈ സമയത്ത് മിലു എൻ്റെ എല്ലാ ചലനങ്ങളും എന്താ പറയുക ഫോണിൽ ഒപ്പി എടുക്കുന്നുണ്ടായിരുന്നു. ബാക്കിയുള്ളവരൊക്കെ കോഫിക്ക് വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ നിൽക്കുന്നു. എന്താ പറയുക, കുറേ സമയം ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. പിന്നെയും വെയിറ്റിംഗ്, കോഫി വരാൻ വേണ്ടി വെയിറ്റിംഗ്. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ പേര് വിളിച്ചു, കോഫി വന്നു. അതാ കോഫി ഒരെണ്ണമേ മേടിച്ചുള്ളൂ കേട്ടോ, ഒറ്റൊരെണ്ണമേ മേടിച്ചുള്ളൂ. സത്യം പറയാമല്ലോ, എനിക്കിഷ്ടപ്പെട്ടില്ല, സത്യമായിട്ടും എനിക്കിഷ്ടപ്പെട്ടില്ല. എന്നുവെച്ചാൽ നമ്മൾ സാധാരണക്കാരല്ലേ, പിന്നെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്തൊക്കെ കയറിയതാണ്. പക്ഷേ ആ റേറ്റും ആ ഒരു കോഫീൻ്റെ ടേസ്റ്റുമായിട്ട് എനിക്കൊരു ബന്ധവും തോന്നാതെ കാരണം എനിക്കിഷ്ടപ്പെട്ടില്ല. പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു, അവരൊക്കെ നല്ല കാര്യമായിട്ട് കുടിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പിന്നെയും കുറച്ച് സമയം തെണ്ടിത്തിരിഞ്ഞ് നടന്നിട്ട് ഫോറം മോളിൽ നിന്ന് ഇറങ്ങി. അടുത്ത നമ്മൾ വെച്ച് പിടിക്കാൻ പോകുന്നത് നേരെ സുഭാഷ് പാർക്കാണ്. അപ്പോൾ സുഭാഷ് പാർക്കിൽ പോകണോ അല്ലെങ്കിൽ വാട്ടർ മെട്രോയിൽ കയറണോ എന്നുള്ള ഒരു തർക്കം ഇതിനിടയ്ക്ക് ഉണ്ടായിരുന്നുവെങ്കിലും നമ്മൾ സുഭാഷ് പാർക്ക് മതി എന്ന് ഉറപ്പിച്ചു. കാരണം വാട്ടർ മെട്രോയിൽ കയറി കഴിഞ്ഞാൽ എത്ര ടൈം പോകുമെന്ന് നമുക്കറിയില്ല. ഇപ്പം തന്നെ ഏകദേശം സമയം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ, അത്യാവശ്യം സമയം ആയിട്ടുണ്ടായിരുന്നു. പിന്നെ കാറിൻ്റെ അകത്ത് പാട്ടൊക്കെ വെച്ചിട്ട് അടിച്ചുപൊളി പാട്ടൊക്കെ ഇട്ട് അടിപൊളിയായിരുന്നു. ഡാൻസ് പാട്ട് മേളം അതിൻ്റെ ഉള്ളിൽ കിടന്നാകാവുന്നതൊക്കെ എല്ലാം കാണിച്ചു. പിന്നെ നമ്മൾ നേരെ സുഭാഷ് പാർക്കിലേക്കാണ് പോയത്. നല്ല സമയമായിരുന്നു കേട്ടോ, ആ ഒരു എന്താ പറയുക ഈവനിങ് ടൈം. നല്ല തിരക്കുണ്ടായിരുന്നു, ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ നമ്മളങ്ങനെ ആ ഒരു എന്താ പറയുക ആ ഒരു സൺസെറ്റൊക്കെ കണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴേക്കും എത്ര ടൈം പോകുന്നു നമ്മൾ അറിയത്തില്ല കേട്ടോ. ഒരുപാട് സമയം ഞങ്ങളങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. കടലൊക്കെ കുറച്ചു, കടല വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഐസ്ക്രീം കഴിച്ചു. അങ്ങനെ തിരിച്ച് അത്രയൊക്കെ ആയപ്പോൾ തന്നെ ഒരുമാതിരി ആയിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ എനർജി ലെവലൊക്കെ ശരിക്കും താഴ്ന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ പോകുന്നത് ഫോർട്ട് കൊച്ചി ബീച്ചിലേക്കാണ് കേട്ടോ. എന്താണെന്നറിയില്ല, പതിവില്ലാതെ നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പം ഞാൻ ഓർത്തു ഏഴ് ദിവസമാണല്ലോ, അത്ര തിരക്കൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ ചെന്ന എല്ലാ സ്ഥലത്തും നല്ല തിരക്കായിരുന്നു കേട്ടോ. മിക്കവാറും ഈ ഒരു എന്താ പറയുക എല്ലാവർക്കും ക്ലാസ്സൊക്കെ എല്ലാം അടച്ചു. അപ്പോൾ എല്ലാവർക്കും വെക്കേഷൻ ടൈമൊക്കെ ആയതുകൊണ്ടായിരിക്കാം നമ്മൾ പോയ എല്ലാ സ്ഥലത്തും നല്ല തിരക്കായിരുന്നു. ബീച്ചൊക്കെ നിറഞ്ഞിരിക്കുമായിരുന്നു. പിന്നെ അങ്ങനെ നമ്മൾ വിട്ടു. കുറച്ച് നേരം പിള്ളേരൊക്കെ കളിച്ചു. പിന്നെ നൈറ്റ് KFC ആണ് കഴിച്ചത്. KFCയിൽ എത്തിയപ്പോഴേക്കും എന്താ പറയുക റേഷൻ കടയിൽ പോയ പോലെ ആയിരുന്നു, അത്രയ്ക്ക് തിരക്കായിരുന്നു കേട്ടോ. വീഡിയോ പോയിട്ട് ഞാൻ ഫോട്ടോ പോലും എടുത്തില്ല. മിലുവിൻ്റെ ഫോണിലൊരു ഫോട്ടോ എടുത്തത് ഞാൻ ലാസ്റ്റ് ഇട്ടേക്കാം, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ആർഭാടമായിട്ട് ഞങ്ങളുടെ ഒരു ദിവസം അടിച്ചുപൊളി തീർന്നേക്കുവാണ്.
എന്താ പറയുക, ഇവിടെ നിന്ന് അത്യാവശ്യം നന്നായിട്ട് പിള്ളേരൊക്കെ എൻജോയ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ KFC പോയി ഓൺലൈൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് പോയത് കേട്ടോ. അവിടെ ചെന്ന് മിക്കപ്പോഴും ആപ്പ് വഴിയാണ് ഓർഡർ ചെയ്യുന്നത്. നമുക്കപ്പോൾ എന്തെങ്കിലും ഓഫറും കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ടാവുമല്ലോ. അപ്പോൾ എന്നിട്ട് നമ്മൾ നേരെ ആപ്പ് വഴി ഓർഡർ ചെയ്തിട്ട് KFC ചെന്നിട്ടാണെങ്കിൽ നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങനെ നമ്മളുടെ ഒരു ദിവസം തീർന്നു ഗായ്സ്. പിന്നെ നമ്മളുടെ അന്നെടുത്ത കുറച്ച് പിക്സൊക്കെ എല്ലാം കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി കുറേ കാലം കഴിയുമ്പോഴേക്കും ഇതൊക്കെ ഓർമ്മിക്കാനായിട്ട് ഈ പിക്സൊക്കെ എടുത്ത് നോക്കുമ്പോഴേക്കും അന്നത്തെ ദിവസത്തിൻ്റെ സന്തോഷമൊക്കെ എല്ലാം നമ്മളുടെ മനസ്സിലേക്ക് ഇങ്ങനെ വരും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ചാച്ച, ബൈ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.